ഹലോ ഗൈസ്, നമ്മൾ പോകുന്നത് ഭയങ്കര വലിയ കാട്ടിലേക്കാണ്. ജീൻസ് ഇട്ട് അമ്പലത്തിൽ വരാൻ പറ്റുമോ? എന്തുവാ പ്രശ്നം? എന്തുവാ അതിരിച്ച് പോയാലാ? എനിക്കും പേടിപ്പോ പോവാ. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ഫീൽഡ് ട്രിപ്പാണ്. നിങ്ങൾ കേറുന്നില്ലേ? അവിടെ എല്ലാരും കേറി കഴിഞ്ഞു. അതെ, നേരത്തെ കയറാൻ വേണ്ടി ഇതുവരെ കറങ്ങി വന്നായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ട്രിപ്പാണ്. വളരെ ചെറിയ ബഡ്ജറ്റിലാണ് അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ബസ് വരെ പിടിച്ചത്. നമ്മുടെ സ്വന്തം ഗ്രൂപ്പിന്റെ സ്കൂൾ. ഞങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോവുകയാണ് ഗൈസ്. പോവുകയാണ് ഗൈസ്. നമ്മൾ പോകുന്നത് ഭയങ്കര വലിയ കാട്ടിലേക്കാണ്. ആന, പുലി, സിംഹം കൊണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് കാണാം. ഇവിടെ എത്തി. ശരിക്കും ബസ്സിൽ കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ. അതിനുമുമ്പ് ഞങ്ങൾ അത്രയ്ക്ക് ദൂരെയായിരുന്നു സ്ഥലം. ഈ ആൽമരത്തിനൊരു കഥയുണ്ട്, പറഞ്ഞോളൂ. ഈ മരത്തിലാണ് അവതാർ ഷൂട്ടിംഗ്. അതെ, ഈ മരത്തില് ചിലപ്പോൾ അഭിനയിക്കാനുള്ള അവസരമൊക്കെ കിട്ടി കേട്ടാ. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്തോളാം. ഞാൻ ജാനുകുട്ടിയുടെ കൂടെ ഉള്ള കുട്ടിയാണ്. അതാണ് ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കാൻ പോണത്. അതിന് വെളുത്തിരിക്കണോ? അങ്ങനെ എടുത്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് വീണ്ടും പറയണം. അപ്പൊ നമ്മുടെ ബ്ലോഗറിന് എന്തെങ്കിലും ബാക്കി തന്നെ കാണാം. എല്ലാരെയും കൂടെ എവിടേക്ക് കൊണ്ടുപോണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് KSFDC. പണയം വെക്കെടുത്തോണ്ട് പോട്ടാ. അയ്യേ, ഇതിലും വലിയ ചില സ്വപ്നങ്ങളിൽ മാത്രം. ഇത് മറ്റേ ആംബെക്സ് റെക്കോർഡർ സബ്സ്ക്രൈബർ ഇത് വലിയ അതിനകത്ത് തള്ളി പറഞ്ഞു വിടാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ചവിട്ടി അതിനകത്ത് കയറ്റിയ എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടാ. ശരിക്കും കണ്ടുകൂടല്ല. അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതെനിക്ക് തോന്നുന്നു സെറ്റൊക്കെ ഇടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സെറ്റൊക്കെ ഇടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. വാ നോക്കാവേ. എന്തോ സംഭവം അറിയോ? മോർച്ചറി. ഇത് വെറും പെട്ടി മാത്രമേ ഉള്ളൂ. സീൻ സ്ഥലത്ത് പോവാണ്. അടുത്ത സ്ഥലം എന്താണെന്ന് അറിയത്തില്ല. വാ നോക്കാം. ഓ, ഇവിടെയൊക്കെ മറ്റേ സെറ്റിന് വേണ്ടി ഒരുക്കിയ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. അടി അപ്പൊ വില്ലനും ഹീറോയും കൂടി അടി നടക്കും ഇവിടെ. എനിക്കെന്നെ കൊച്ചിനെ വേണ്ട, നീ ഉപ്പിലിട്ട്. ഓ, ഇനി ICUവിന്റെ സെറ്റാണ് കാണാൻ പോണത്. നമ്മളെ ഹോസ്പിറ്റൽ സെറ്റ്. ഡോക്ടർ അക്ഷരേച്ചി ആതിരേച്ചി അഭിനയിക്കാൻ പോകണം തോന്നുന്നു. ഗൈസ് കണ്ട ICU എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സെറ്റ് ICUവിനകത്ത് എല്ലാം കൂടെ കയറി പോണതാ. ആദ്യമായിട്ടായിരിക്കും ICUവിന്റെ മുമ്പിൽ നിന്ന് ആൾക്കാർ ചിരിക്കുന്നത്.
കണ്ടോ, ഏകദേശം ഒരു ഹോസ്പിറ്റൽ സെറ്റ് സീനാണ്. ഐസിയുല് പോയിട്ട് ഒന്ന് കരയും, എനിക്ക് ചിരി വന്നു പോയാ. നമുക്ക് ഐസിയുനകത്ത് കേറാം. അഭിനയിച്ചങ്ങ് മരിക്കുക. എന്തുവാ പ്രശ്നം? എന്തുവാ? ഗൈസ്, നിങ്ങൾ കേൾക്കണം, ഞാൻ കുറേ നേരമായിട്ട് ഒരു പ്ലെയിൻ ഇവിടെ നിറയെ പ്ലെയിന് പോകുന്നത് വഴി 5 ബുക്കാണ്. ഈ 5ന്റെ വീഡിയോ എടുക്കാനെങ്കിൽ ഞാൻ നോക്കി, ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവസാനം ഞാൻ എടുക്കും. അപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം ഇനി ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോണേന്ന് ആർക്കും അറിയത്തില്ല. സീനൊക്കെ ഇവിടെ വെച്ച ചുമ്മാ തള്ളി മറിക്കുന്നതാണ്, ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയല്ലോ. നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് മരത്തിൽ എന്തൊക്കെയോ കെട്ടിയൊക്കെ ഇട്ടേക്കുന്നു. ഇത് ഏതോ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണ് ഗൈസ്. കണ്ടോ, ഇതൊക്കെ ഏതോ സിനിമയ്ക്കൊക്കെ വേണ്ടി സെറ്റ് ഇടുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നത്. പോണത് ചുമ്മാ അതാ, പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലാന്ന് തോന്നൂല്ലേ? ഒറിജിനലാന്ന് തോന്നിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ്. അതിവിടെയാന്ന് തോന്നുന്നു. അതെ ഗൈസ്, ചന്ദനമഴയുടെ ഷൂട്ടിംഗ് ഇവിടെയാണെന്നൊക്കെ ഡൗട്ടില്ല. അതില്ല അവർക്കങ്ങ് ദൂരെ, നമ്മളിങ്ങ് കുഴപ്പമില്ല, നമ്മുടെ ബാക്കിൽ നിന്ന് കുറച്ചുകൂടെ ഉണ്ട്. സ്പീഡാക്കിട്ടാ എന്നാൽ നമ്മൾ നടക്കണ്ടേ? അമ്പലം കണ്ട, അത് സെറ്റാണോ? അമ്പലം ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള അമ്പലമാണോ സെറ്റ് ഇട്ടേക്കുന്നതാണോ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥ. അല്ല, നമുക്ക് ആദ്യം അങ്ങ് പോയിട്ട് വരാം, തിരിച്ചു വരും. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. പാട്ട് പറ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. ഗൈസ്, ഈ പാട്ട് വന്ന് ആതിരേച്ചിയുടെ പാട്ടാണ്. ആതിരേച്ചി പാടാതിരേച്ചി സന്ദർഭങ്ങൾ മാത്രമേ പാടാറുള്ളൂ. പാടാതിരേച്ചി, മുത്തുച്ചിപ്പി പാടാതിരേച്ചി പാടാതിരേച്ചി. ഇല്ല, എന്റെ ചെവി അടങ്ങിയിരിക്കും. ചെവി അടങ്ങോട്ട് പാട്ട് പാടും. പൂങ്കാവിൽ തഴുകും സന്ദേശവുമാണയും. പിന്നെ സന്ദേശം സന്ദേശം പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. മൂന്നാറ് പോലത്തെ വേറൊരു സ്ഥലം. ഓ, സീൻ സ്ഥലല്ലേ? നോക്കടേ, നോക്ക്, അവരൊക്കെ മരത്തിലൊക്കെ കയറി നിൽക്കണ. അതാണ് മറ്റേത് ടവർ, കാറ്റ് കൊള്ളാൻ നിൽക്കുന്ന ടവർ. അതെ. ഇപ്പുറത്ത് നോക്കൂ, ഇവിടെ തണുപ്പുണ്ടല്ലേ? ഇവിടെ നല്ലൊരു തണുപ്പുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ, സൂപ്പർ സ്ഥലം. ഇവിടെ ഇതെന്താന്നാ? ഇത് മഞ്ഞല്ല, അത് പോകാം. നമ്മളിപ്പോ എത്ര സ്ഥലത്ത് പോയി? ഊട്ടിയിൽ പോയി, മൂന്നാറ് പോയി. അതെ, ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളായി. സീൻ സ്ഥലം ഗൈസ്, ഒന്നും പറയാനില്ല. എല്ലാം കിട്ടി മക്കളെ, കിട്ടി. റീൽ എടുക്കലിന്റെ അടുത്ത പരിപാടി സെറ്റാവും, നമ്മൾ പൊളിക്കും. ജീൻസ് ഇട്ട് അമ്പലത്തിൽ വരാൻ പറ്റുമോ? പറ്റും. ചെരുപ്പിട്ട് അമ്പലത്തിൽ വരാൻ പറ്റും. തീർത്ഥം, ചന്ദനം, പായസം. ഞാൻ നന്ദനം കൂടെ മറ്റേ വീഡിയോ ഹോമം. നസ്രിന് ഹോമം ചെയ്യേ. ഇതെന്തോ സാധനം? ഗണപതി ഹോമം.
ഹാർഡ് വർക്ക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അമ്പലത്തിലെ ഉത്സവത്തിന് കൊടി നാട്ടുന്ന സാധനം. മരക്കൊടിയാ, കൊടിമരം. കൊടിമരം സത്യം സത്യം കാതലിക്ക മാട്ടെ കഴുക്കിയിൽ ഇങ്ങനെ തോന്നമ്മ വന്നിരിക്കുക വരൂല. ഇതൊക്കെയാണ് സ്ഥലം. എന്റെ വാടി പോയി. എനിക്കുണ്ടോ മക്കളെ കിട്ടാനേ ശരിക്കും മക്കളുണ്ടാവാ ഇങ്ങനെ നൂല് കെട്ടിയത്. നിങ്ങളൊരു 10-25 കെട്ട് കിട്ടട്ടെ. 25 പിള്ളേർ എന്റെ നസ്രീന് പെട്ടെന്ന് ഒരു നസ്രീനെ പെട്ടെന്ന് കുഞ്ഞുമണിയെ കാണുന്നു. കല്യാണം കെട്ടി എന്നിട്ടാ ആദ്യം കെട്ട് എന്നിട്ട് കല്യാണം കഴിക്കാനാണ് ഇത് കെട്ടത്. കല്യാണം കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ വന്ന് കെട്ടും. ഫുഡ് കഴിക്കുന്ന സമയമാണ്. എൻ്റെ വാഴയിലല്ല ഫുഡ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഉദ്ദേശിച്ചത്. തുടങ്ങിയ മുതലുള്ള സാധനം വന്നിങ്ങനെ അടുത്തിരിക്കുവാണേ. ഓ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ്. തിരുവനന്തപുരത്ത് തന്നെ വെള്ളാർ എന്ന് പറയുന്ന സ്ഥലത്ത്, കോവളത്തിനടുത്താണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവാം. ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറയട്ടാ. ഇതിന് 2000. 18,410. ഞാനും അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതിനോ സെറ്റ് സാധനം ഗായ്സ്, ഇത് കൊള്ളാം. ഇതിന് എത്ര വരും? ഇത് നോക്കിയില്ലടേ. അത് ഇച്ചിരി റേറ്റ് ആവും. കാര്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു 11 രൂപ. ഓ, ആർട്ട് ഗാലറിയിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഗായ്സ്. ഇത് കണ്ട സീൻ സാധനം. വാവ്, നസ്രീൻ അങ്ങ് കിടന്ന് പഠിക്കുക. 27,000 രൂപ വില. 4,000 രൂപയുടെ കരിമീനാണ്. ഇഷ്ടപ്പെട്ട്. അയ്യോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ. ഇതിന് ഇത് ബുദ്ധൻ ഇത് നോക്ക്. അയ്യോടാ, ഇത് നോക്ക്. നാനോ ആർട്ട് നോക്കാവേ. എല്ലാരും നോക്കണം. എന്ത് ക്യാമറ കാണും? ശരിയാണല്ലേ? ചിലപ്പോ ഇല്ലടാ. എവിടെയാണ്? നീ ചെയ്തിരിക്കല കൂടെ പറ്റുന്നില്ല. ഓ ഗായ്സ്, ചെസ്സിന്റെ പീസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്തോ ചുമ്മാ രസം. തോക്ക് ഗായ്സ്, ബാഗ് കൊണ്ട്. ഹായ് യേശു. ഇവിടെ എല്ലാം ഇങ്ങനെ ഇത് മനസ്സിലായ അങ്ങനെ നോക്കും പോലെ തോന്നണം നമ്മളെ. ഇത് കൊള്ളാം ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. സൂപ്പർ സാധനം ഗായ്സ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇനി നമ്മൾ പോകാൻ പോണത് ആർട്ട് ഗാലറിയിലാണ്. പക്ഷേ ഈ ആർട്ട് ഗാലറിയിൽ ക്യാമറ അലൗഡ് അല്ല. അതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലമായിരുന്നു. ആർട്ട് ഗാലറിക്കകത്ത് ക്യാമറ പറ്റില്ല. സോ ബൈ. ഇത് 37 വർഷം പഴക്കമുള്ള കുരങ്ങനാണ്. കണ്ടോ? ഇതെല്ലാം കോക്കനട്ടിൽ ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെടാ സീൻസാണ്. ഇത് കണ്ടോ സീൻ മക്കളെ? എന്നോടെയുണ്ട്. ഇതും അതാണോ? ഇതും തേങ്ങയാണോ? 30 തേങ്ങ വെച്ച് ചെയ്തേക്കുന്നതാ. സൂപ്പർ സാധനല്ലേ, എനിക്കിഷ്ടായി. ഇവിടെ ഗ്ലാസ് വർക്കിൻ്റെ സംഭവങ്ങളാണ്. സൂപ്പർ. ഹായ്, നമ്മൾ
ഇങ്ങനെ സമയം കുറച്ചായതോടെ ഞങ്ങളിങ്ങനെ ഓടി ഓടി നടന്നാണ് കാണുന്നത്. നമുക്ക് ഇത് കോക്കനട്ട് മല, തേങ്ങാമല സെറ്റ് ഗൈസ്, തേങ്ങാവള. ഇതെല്ലാം തേങ്ങ നമ്മുടെ കോക്കനട്ട് വെച്ചിട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. നല്ല സാധനം കേട്ടോ, സൂപ്പർ. നമ്മളടുത്ത് മൂന്നാമത്തെ സ്ഥലത്ത്, ലാസ്റ്റ് സ്ഥലത്തെത്തി. ബീച്ചിലാണ് ഗൈസ്. ഏത് ബീച്ച് ആയിരിക്കും? കോവളം ബീച്ചിലാണ് ഗൈസ്. കാണാം. കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി. എവിടെ മതാമ്മ മമ്മി പട്ടി ഒരുമിച്ച് കിടക്കുന്നു ഗൈസ്. ആതിരേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? മറ്റേ മദാമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലേ ആതിരേച്ചി? കടൽ. ഞങ്ങൾ അവസാനം കോളേജിലെത്തി, തിരിച്ചെത്തി. വിളിച്ച് സുന്ദരിയായി എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.